ഹായ് നമസ്കാരമുണ്ട് കേട്ടോ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരുപക്ഷെ നമ്മുടെ ചാനലിലെ എല്ലാ വീഡിയോകളും കാണുന്ന ആൾക്കാർക്കറിയാം. ഞങ്ങളുടെ വീടിൻ്റെ ആ ഒരു സിറ്റൗട്ട് ഭാഗത്ത് വലിയൊരു അക്വേറിയം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. എന്താ പറയുക, അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ലിങ്ക് കൂടെ ഞാൻ ഇതിൻ്റെ മുകളിലിട്ടേക്കാം, കണ്ടു നോക്കണം. ഓക്കെ, അന്ന് ആ ഒരു അക്വേറിയം ഞങ്ങൾ റെഡിയാക്കുന്ന സമയത്ത് ഒരു 2-3 സെറ്റ് അല്ലെങ്കിൽ പെയറായിട്ട് ഞങ്ങൾ കുറച്ച് ഗപ്പിയെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്നുകൊണ്ട് ഗപ്പിയെ ഇവിടെ ഒരു ചെറിയ ടാങ്കിൽ ഇതാണ്ട് ഇത്തരത്തിലുള്ള ഈ ഒരു ചെറിയ ടാങ്കിലാണ് ഞങ്ങൾ ഇട്ട് വെച്ചിരുന്നത്. ഈ ഒരു ചെറിയ ടാങ്കിലിട്ട് വെച്ചിരുന്നു. ഓക്കെ, പക്ഷേ അത് കുറച്ച് ദിവസം കൊണ്ട് ഗപ്പിയുടെ സ്വഭാവം നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഇത് പ്രസവിച്ച് അങ്ങ് പെരുകിയെന്ന്. അങ്ങനെ ഞാനന്ന് അക്വേറിയം റെഡിയാക്കിയ നമ്മുടെ ഡിസ്നി ഫാം പന്തളം കുളനട, അപ്പോൾ അവിടെ പോയിട്ട് ഞങ്ങൾ എന്താ പറയുന്നത്, നമ്മുടെ ഒരു ഫ്രിഡ്ജിൻ്റെ ഒരു കേസ്, ഇതുപോലത്തെ ഒരു കേസ് എടുത്തുകൊണ്ട് വന്നിട്ട് അതിനകത്ത് നിറച്ച് വെള്ളമൊക്കെ നിറച്ച് അതിനകത്ത് ഞങ്ങൾ ഗപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട്. എന്തായാലും ഇപ്പോഴത്തെ അതിൻ്റെ ഒരു അവസ്ഥയാണെന്ന് കാണിച്ചു തരാം. ആ ഒരുപാട് ഗപ്പി ആയതിൻ്റെ പേരിൽ ഞങ്ങൾ ഒരു ചെറിയ അപ്ഡേറ്റ് കൂടെ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അത് നിങ്ങളിത് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം നമുക്ക് ഈ ടാങ്കിൻ്റെ നിലവിലുണ്ടായിരുന്ന ഈ ഒരു ടാങ്കിൻ്റെ അവസ്ഥയൊന്ന് കാണിച്ചു തരാം. ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ കാണാൻ പറ്റുന്നോ എന്ന് എനിക്കറിയാൻ വയ്യ. ഞാൻ പരമാവധി സൂം ചെയ്ത് കാണിച്ചു തരാം. അതുകൊണ്ട് ഈ ഒരു ടാങ്ക് ഉണ്ടല്ലോ, ഈ ഒരു ടാങ്കിൽ നിറച്ച് ഗപ്പിയാണ്. കണ്ടോ, ഒരു ലേശം തീറ്റ ഇട്ട് കൊടുത്താൽ നമ്മളെ പറയാൻ പറ്റുമല്ലോ. ഇവിടെ ഇഷ്ടംപോലുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഞങ്ങൾ കുറച്ച് പേര് രാവിലെ തീറ്റയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. എങ്കിലും നിങ്ങളെ കാണിക്കുന്നതിന് വേണ്ടി കുറച്ച് ഫുഡൊന്ന് ഇട്ട് കാണിച്ചു തരാം. കാണാം, അതേ ഇവിടെ ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഇപ്പോൾ വരും. എനിക്കൊന്ന് നമ്മൾ രാവിലെ ഇട്ട് കൊടുത്തത് കൊണ്ടെല്ലാം കഴിച്ചു. ഇവിടെ ഇട്ട് കൊടുത്ത് നോക്കാം, ഇനിയിപ്പോൾ കഴിക്കാം. ഇതുണ്ട് ഈ കാണുന്ന ഒരു കോലമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരുപാടുണ്ട് കേട്ടോ, ഒരുപാട് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്, കാണാൻ പറ്റത്തില്ല. ഉണ്ടോ, ഇതുണ്ടോ ടാങ്കിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇതാ. കണ്ടോ, ഇത് നമ്മൾ കാണുന്ന ഇത്രയൊരു ഭാഗം മാത്രമാണ്. ഈ ഒരു ഭാഗത്ത് മൊത്തത്തിലുണ്ട്. ഇത്രയൊരു ഭാഗം, ആ ഒരു ടാങ്കിൻ്റെ ഈ ഒരു ഭാഗം ഇങ്ങനെ ചരിഞ്ഞ് നിൽക്കുന്നതുകൊണ്ട് അവിടെ കാണാൻ പറ്റും. പക്ഷേ ഇങ്ങോട്ടുള്ള ഭാഗം നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല, ഭയങ്കര ഡാർക്കാണ്. അപ്പോൾ അതിനു വേണ്ടി ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞാൽ, ഇന്നലെ ഞങ്ങൾ പോയിട്ട് ഒരു ടാങ്ക് വാങ്ങിച്ചിട്ടുണ്ട്, വലിയൊരു ടാങ്ക് കേട്ടോ. അപ്പം ആ ഒരു ടാങ്ക് ഇരിക്കുന്ന അതേ ലൊക്കേഷനിൽ തന്നെ വെക്കാനാണ് പ്ലാൻ. ഇവിടെ തന്നെ ഞങ്ങൾ വെച്ചിട്ട് എന്തായാലും ഇതിനകത്തിടുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല നന്നായിട്ട്. എന്തായാലും ഞങ്ങൾ ഇതിനെ പതുക്കെ ഇങ്ങോട്ടൊന്ന് കോരിയെടുത്ത് മാറ്റി ആ ഒരു ടാങ്കിലേക്ക് ഇതിനെ ഒന്ന് ഷിഫ്റ്റ് ചെയ്യുന്ന വീഡിയോ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഈ നിലവിലുള്ള ഈ ഒരു വെള്ളം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഈ ഒരു മീനിന് ആവശ്യമായി, പ്രത്യേകിച്ച് അതിന് ഗ്രോത്തിന് ആവശ്യമായിട്ടുള്ള വെള്ളമാണ്. അപ്പോൾ ആ വെള്ളം പൂർണ്ണമായിട്ട് ഞങ്ങൾ കളയുന്നില്ല. ആ ഒരു വെള്ളം ഞങ്ങൾ നേരെ ഈ ഒരു ബക്കറ്റിലേക്ക് മാറ്റിയതിന് ശേഷം ഞങ്ങളുടെ നിലവിലൊരു ചെറിയൊരു എന്താ പറയുന്ന കോരുന്നൊരു വലയുണ്ടായിരുന്നു. പക്ഷേ അത് ചെറുതാണ്. അപ്പോൾ ഇത് വലുതൊരെണ്ണം വാങ്ങിച്ചിട്ടുണ്ട് ഇന്നലെ. അപ്പോൾ ഇത് വെച്ച് ഇതിനെല്ലാം കോരി എടുത്തിട്ട് വേണം ഞങ്ങൾ ഇതിനകത്ത് ഇടാൻ നമ്മുടെ പ്ലാൻ. ഒന്ന് നോക്കട്ടെ, ഒന്ന് കോരി നോക്കട്ടെ. ഇത് കണ്ടോ, ഇത് കണ്ടോ, ഒന്നുകൂടെ ഒന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം. എല്ലാം വീഡിയോ എടുക്കുകയും പിടിക്കുകയും എല്ലാം ചെയ്യുന്നതായതുകൊണ്ട് ഇത് കണ്ടോ, ഇഷ്ടംപോലെ പല തരത്തിലുള്ളതാണ് കേട്ടോ. ഞാൻ പറഞ്ഞു, ഞങ്ങൾ 2-3 കളറിനെയും കണ്ടാണ് വാങ്ങിച്ചിട്ടത്. പക്ഷേ ഇതിപ്പോൾ ഒരുപാടാണ്. ഇത് കണ്ടോ, നോക്ക്, നീലയും ചുവപ്പും പല കളർ, നാടനും എല്ലാം ഉണ്ട്. ഇതിൻ്റെയൊക്കെ ഉണ്ട്. ഇതിൻ്റെയൊക്കെ ടെയിൽ കണ്ട അടിപൊളി കണ്ട. ഇത് നോക്ക്, ഇഷ്ടം പോലുണ്ട്. അപ്പോൾ ഇതിനെ കോരി ഞങ്ങൾ എന്തായാലും തൽക്കാലം ഈ ഒരു ബക്കറ്റിലേക്ക് ഇടുക. ഓക്കെ, ഇതിനെ നേരെ കോരി ഇതിലേക്ക് കൊണ്ടുവന്നിട്ട് ഇങ്ങോട്ട് വിട്ടാൽ മതി. ഇങ്ങോട്ട് തണുത്തിയിടാം അല്ലേ. തണുത്തിടുമ്പോഴത്തേക്ക് അതെല്ലാം അതിനകത്ത് വീഴും. അപ്പോൾ നമ്മൾ കുറച്ചെണ്ണത്തിനെ കോരി ഇനി ബാക്കിയുടെ കോരാം. കുറച്ച് അത്ര അടുത്ത് കൊണ്ടുപോകുന്നില്ല, കോരി പിടിക്കുമ്പോൾ കിട്ടുമ്പോൾ ഞാൻ കൊണ്ടുവരുമ്പോൾ കാണിച്ചു തരാം. കുറേ ഇലയൊക്കെ ഉണ്ട് കേട്ടോ, കാണിച്ചു തരുന്നില്ല.
ഇതുണ്ട് ഈ ഉണ്ട്. ഓക്കെ, ഇവിടെ നമ്മൾ നേരെ അങ്ങോട്ട് തന്നെ നോവാതെ അങ്ങിടാം, അഴുക്കൊന്നും ആവാതെ. അതിലുണ്ടെന്ന് തോന്നുന്നു. ഒരു കാര്യം ചെയ്യും മക്കളെ, ആ പൈപ്പിങ് എടുത്തേ, നമുക്ക് കുറച്ച് വെള്ളം നമുക്ക് ഒഴിവാക്കാം. മുകളിലൊന്നും കാണുന്നില്ല കേട്ടോ, മുകളിൽ ഒരാളേ ഉള്ളൂ ഇപ്പോൾ, ഒരൊറ്റ. അതൊരു 8 കാലിയുടെ കൂട്ടം എന്തോ പറഞ്ഞ് കിടക്കുന്നു കേട്ടോ, 8 കാലിയുടെ കൂട്ടം. മീൻ കയറി പോകുന്നതിന് മുമ്പ് അപ്പോൾ അങ്ങോട്ട് വരും നോക്കിക്കോണേ. ഇനി ചെറുതേ ഉള്ളൂ, കുറച്ച് പുള്ളി ഇത് മാത്രമേ ഉള്ളൂ. മീനുണ്ട് അങ്ങോട്ട് വരുന്ന കാണാം നിങ്ങൾക്ക്, അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ടാങ്കിലേക്ക് മാറുന്ന സമയത്ത് മാറ്റുന്നത് നിങ്ങളെ കാണിച്ചു തരാം. ഇത് കുറേ കാലങ്ങൾക്ക് മുമ്പ് അവർ ചെയ്ത് വെച്ചേക്കുന്നതാണ്, കുറേ സ്റ്റോക്കായിട്ട് അവർ ചെയ്ത് വെക്കുന്നുണ്ട്. ഇതിൻ്റെ വില പറഞ്ഞില്ലല്ലോ. ഈ ടാങ്കിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഒന്നുകൂടെ ഒന്ന് പറഞ്ഞേക്കാം, 3 അടി നീളം, 1.5 അടി, 1.5 അടി. ഗ്ലാസിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് 8 മില്ലി. ഈ ഗ്ലാസ്സിന് 3600 രൂപ വാങ്ങിച്ചു, 3600. കൂടുതലാണോ കുറവാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എന്നിട്ട് വേണം നമ്മുടെ ഗപ്പിക്കുഞ്ഞുങ്ങളെയെല്ലാം ഈ ടാങ്കിലാക്കാൻ. ഓക്കെ, നമ്മളിപ്പോൾ എത്ര കഴുകിയാലും ഇവിടെ പുറത്താണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. എന്തായാലും നമ്മളിവിടെ ആണെങ്കിൽ ഇതൊന്നും ചെയ്യുന്നില്ല, അതായത് എയറോ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല, ഫിൽറ്ററൊന്നും ചെയ്യുന്നില്ല, വെറുതെ വെളിയിൽ വെച്ചേക്കാനാണ് പ്ലാൻ. വല്ലപ്പോഴൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി വെള്ളം കൊപ്പാതി മാറ്റി ഇതൊക്കെ ചെയ്യാനാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 സൈഡിൽ നമുക്ക് കാണാം. കുറച്ച് മരുന്നുകൂടി ഒഴിച്ചിട്ടുണ്ട്. എന്താ പറയുക, വെള്ളം ഏകദേശം ഒരു ഇത്രയെങ്കിലും വേണം. ഇത്രയെങ്കിലും വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ കാണാൻ പറ്റും മീനെ, ഗപ്പിയെ. ഇതിപ്പോൾ പക്ഷേ പുറത്ത് വെച്ചാലും കുറച്ച് നാളാകുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു നല്ലപോലെ പായലാവും. പിന്നെ ഒരു പപ്പാതി വെള്ളം മാറ്റി നമുക്കിതിനെ കാണണം. നമ്മൾ വെറുതെ ടാങ്ക് കെട്ടി വെളിയിലിട്ടിട്ട് കഥയില്ലല്ലോ. അപ്പോൾ ഇത്രയും മീനുകൾ പെരുകുന്ന സമയത്ത് നമുക്ക് കാണണ്ടേ, കാഴ്ചക്കല്ല ഇതിനെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം ചുമ്മാതൊരു ടാങ്ക് ഉണ്ടാക്കിയിട്ട് അതിനെ കാണാതെ വല്ലപ്പോഴും അടുത്ത് പോയി കണ്ടിട്ട് കഥയില്ലല്ലോ. ഞങ്ങളുടെ വലിയ ഫിഷ് ടാങ്ക് എന്ന് പറഞ്ഞാൽ, അക്വേറിയം എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ കാണാം. ആ രീതിയിൽ നമ്മൾ എന്താ പറയുക, ഫിൽറ്റർ ഉൾപ്പെടെ എല്ലാം ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ഇതും കൂടെ അങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കാം. മറ്റേതാകുമ്പോൾ പിന്നെ നാച്ചുറലായിട്ടിരിക്കുമല്ലോ, മഴ വെള്ളം ഡയറക്റ്റ് വീഴത്തില്ല, എന്നാൽ അത്യാവശ്യം ചെറിയ രീതിയിലൊക്കെ മഴവെള്ളം തെറിക്കും എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇതിന് ടോപ്പിൽ ഞങ്ങൾ എന്തായാലും ഒരു നെറ്റിട്ട് കവർ ചെയ്യും, അല്ലെങ്കിൽ പൊന്മാൻ്റെ ശല്യമുണ്ടല്ലേ, പൊന്മാൻ വന്നിട്ട് ഇങ്ങനെ കുത്തിയെടുക്കുന്ന ശീലമുണ്ട്. അത് ടോബി അങ്ങോട്ടും ഇങ്ങോട്ട് പോകുന്ന സമയത്ത്. അപ്പോൾ എന്തായാലും വെള്ളം നിറയട്ടെ. കട്ട്. അപ്പോഴേ നമ്മൾ വെള്ളം ഏകദേശം ഒരു ഇത്രയും ലെവലാക്കിയിട്ടുണ്ട്. അതിനകത്ത് കുറച്ച് പൊടികളൊക്കെ കിടക്കുന്ന കൊടുത്ത് കളയട്ടെ. അപ്പോൾ നമുക്ക് ഇതിനെയൊക്കെ റിലീസ് ചെയ്യാം കേട്ടോ. കുറച്ച് കോര ദേ. ഓ, ഇതൊന്ന് കാണിച്ചു കൊടുത്തേ. കുറച്ചുകൂടെ സൂം ചെയ്താട്ടെ, കുറച്ചുകൂടെ സൂം ചെയ്യും. അവിടെ നിർത്ത്. ഇത് കണ്ടോ, ഇത് കണ്ടോ, ഇത് കണ്ടോ. അപ്പോൾ നമ്മൾ ഇതിനെ റിലീസ് ചെയ്യാൻ പോവാം. നോക്കാം. ദേ പോകുന്നു, ദേ പോകുന്നു, ദേ പോകുന്നു. ഓടി പോകുന്നു, നോക്ക് 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 നോക്ക്. ഇതിനകത്തോട്ട് കാണിക്കുക, ഇതിനകത്തോട്ട്. വേണ്ട നോക്ക്, ദേ നോക്ക്, ദേ നോക്ക്. എടുത്തത് കുറച്ചുകൂടെ സൂം ചെയ്യും, സൂം ചെയ്യും. അങ്ങോട്ട് പേടിയാവുന്നു. അങ്ങനെ ഇടുക, അങ്ങനെ കാണിക്കണം. എല്ലാവർക്കും തമ്മിൽ പരസ്പരം കാണാം. ഇല്ല, ഇറങ്ങി പോകുന്നുണ്ട്, ഓരോന്നോരോന്ന് ഇറങ്ങി പോകുന്നുണ്ട്. ഇറങ്ങി പോകുന്നുണ്ട്. ഇതെല്ലാം എനിക്കൊന്ന് പ്രസവിക്കാറായതാണ് കേട്ടോ. അങ്ങനെ വലുത് കണ്ടോ, ഇറങ്ങി പോകുന്നില്ലയോ. ഇവിടെ വാ.
ശംഖ് ഇതിഷ്ടം പോലെ വരുന്നുണ്ട് കേട്ടോ. പഴയ ടാങ്കിലുള്ള വെള്ളം കൂടെ ഇതിനകത്ത് ഒഴിക്കണം, എങ്കിൽ മാത്രമേ ഇതിനൊരു ഗ്രോത്ത് ആവത്തുള്ളൂ. കുറച്ച് കളർ വ്യത്യാസം വരും, എന്നാലും നമുക്കിത് കുറേ ഒഴിക്കണം, എങ്കിൽ മാത്രമേ ആ മീനിന് ഒരു കർവ്ലസ് കോൺബീച്ച് ബെർവസ് ഇങ്കോൾ എന്ന് പറയും ഇംഗ്ലീഷിൽ. അതുകൊണ്ട് മീനെല്ലാം പോയി കണ്ടോ, ഒരെണ്ണം ഇല്ല, അതെല്ലാം ഇറങ്ങിപ്പോയി. ചേർന്ന് താഴെയായിരിക്കും കേട്ടോ. കണ്ട ആ കളർ വരുമ്പോഴാ മീൻ എന്തി അതിനകത്തോട്ട് നോക്ക്. അത് വിരിഞ്ഞു ഇറങ്ങിപ്പോ മക്കളെ. പോയിക്കോ. സൂം ചെയ്ത് പിടി എൻ്റെ കുഞ്ഞേ. ദാ വരുന്നു ടാങ്കി വരുന്നുണ്ട്. അയ്യോ അതല്ല ഇതിനകത്ത് ഊരിയിട്ടു. അതങ്ങ് ഇയാൾ പറക്കിയിട്ട് കൈ കൊണ്ട് അങ്ങനെ ഇട്ട് ചത്തു. പോരെ ഇപ്പോൾ ഞാൻ റെഡിയാക്കി തരാം. ഇങ്ങോട്ട് താത്ത ഇങ്ങനെ പിടിക്കണം. താത്ത പിടിക്കുമ്പോൾ ഇതിങ്ങനെ ഓരോന്നോരം ഇങ്ങനെ അങ്ങോട്ട് പോകും. മക്കളെ പോ ഇറങ്ങിപ്പോ. ആ പോ. ഇത്രയും കാര്യമുള്ളൂ. അല്ല ഇനി അത് കോരിക്കള. ഇനി കുറച്ച് എൻ്റെ സുനാക്കോലൊക്കെ കോരിക്കള. ഫുഡുകൂടെ നമ്മൾ ഇട്ടിട്ടുണ്ട്, അതാണ് ആ ഒരു ഡോട്ട് പോലെ കാണുന്നത്. ഇപ്പോൾ ഞാൻ എവിടെ ഏതിൻ്റെയൊക്കെ ഷൂട്ട് ചെയ്യുമെന്ന് ചോദിച്ചാൽ അറിയാൻ വയ്യ. അതുപോലെ നിങ്ങൾ നോക്കിയോ ഏതെല്ലാം ടൈപ്പ് ഉണ്ടെന്നറിയാമോ. പക്ഷെ നല്ല ഫുൾ റെഡുള്ള ഉണ്ടായിരുന്നു കേട്ടോ. അതിനിപ്പോൾ കാണുന്നില്ല, ചത്തുപോയതാണോ എന്തോ. കണ്ടോ ഇതിൻ്റെയൊക്കെ വാല് കണ്ടോ. ഇതിൻ്റെ വാലിന് വേറൊരു ഡിസൈൻ കുറേ ഉണ്ട് കണ്ടോ. ഇതിൻ്റെ എണ്ണം പോകുന്നത്. ഇത് വേറെ ടൈപ്പ്. ഈ മൂലയ്ക്ക് വിട്ട് അത് മാത്രമേ ഉള്ളൂ. ഇതുണ്ടോ. ഇത്രയും വലിയൊരു ടാങ്കാണ്. ഇത്രയും വലിയൊരു ടാങ്കിനകത്ത് ഇത് മുകളിൽ മാത്രമേ ഉള്ളൂ. പക്ഷേ ഞങ്ങൾ ഇനിയും കുറച്ചും കൂടെ ഇതിനകത്ത് ആഡ് ചെയ്യും. 10,000 കണക്കിന് ലക്ഷക്കണക്കിന് ഗപ്പിയെ വളർത്താൻ പറ്റുന്ന ഒരു വലിയ ടാങ്ക്.